ഇതൊന്നും കൂടാതെ എന്തുകൊണ്ട് മദീനയെ മാത്രം ഇത്ര കാര്യമായി എടുത്തു പ്രശംസിക്കുന്നു എന്ന ചിന്ത നിങ്ങൾക്ക് വന്നാൽ അതിന് കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് ആദ്യം പറയുക. അതിന് കണ്ടെത്താനുള്ള 5 കാരണങ്ങൾ നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തൽ നിർബന്ധമായ 5 കാരണങ്ങൾ. എന്തുകൊണ്ടാണ് മദീന ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്? ലോകത്തെത്രയോ പുണ്യസ്ഥലങ്ങളുണ്ട്, ലോകത്തെത്രയോ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ പറയുന്ന പ്രദേശങ്ങളുണ്ട്. എന്നാലും അവിടെയൊന്നും ഇത്രത്തോളം തലയിലെടുത്ത് വെക്കാതെ എന്തുകൊണ്ട് മദീന, എന്തുകൊണ്ട് മദീന, എന്തുകൊണ്ട് മദീനയെ മാത്രം ഇങ്ങനെ പ്രശംസിക്കുന്നു? അതിന് പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അതിലൊന്നാമത്തെ കാരണം എന്തോ? ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചു പോയ മറ്റൊരു രാജ്യത്തെ നിങ്ങൾക്ക് ഭൂപടത്തിന് കാണിച്ചു തരാൻ കഴിയില്ല. അള്ളാന്റെ ഹബീബിനെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു രാജ്യത്തെയും രാജ്യത്തുകാരെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഒരു നാടിനെയും ഒരു നാട്ടുകാരെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. മക്ക എന്ന് പറയുന്ന രാജ്യത്ത് പിറന്ന മണ്ണിൽ നിന്ന് അള്ളാന്റെ റസൂലിന് കല്ലേറ് കൊള്ളുകയാണ്. ശരീരത്തിലേക്ക് കല്ല് വന്ന് പൊതിച്ചിട്ട് മുത്തുനബി തങ്ങളുടെ കണ്ണ് പൊട്ടി ഒഴുകുമ്പോ എന്റെ സഹോദരങ്ങളെ, ആ കണ്ണീര് പോലും മക്കയുടെ രാജ്യത്തിന്റെ തൊലിപ്പുറത്ത് വീണുപോയാ അത് ശാപമായിരിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് കണ്ണീര് വരെ തുടച്ചു പോയെന്ന ചരിത്രം പറയുമ്പോ, ആ പരിശുദ്ധ ശരീരം പുണ്യഭൂമേനി പൊടിഞ്ഞിട്ട് രക്തമൊഴുകുമ്പോ ആ രക്തത്തുള്ളി പോലും അറേബ്യൻ മണ്ണിന്റെ മക്കാ രാജ്യത്ത് തോയിഫിന്റെ തിരുവോരത്ത് ഉറ്റിറ്റ് വീഴാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ രക്തത്തുള്ളികളെ പോലും തുടച്ചു മാറ്റിയ അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറന്ന നാട് കല്ലെറിഞ്ഞില്ലേ, ഭ്രാന്തനെന്ന് വിളിച്ചില്ലേ, പഴിചാരിയില്ലേ, പരിഹരിച്ചില്ലേ, കുറ്റപ്പെടുത്തിയില്ലേ? അവസാനം അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു തന്നെ പ്രഖ്യാപിച്ചില്ലേ, നബി അവിടുന്ന് മദീനത്തേക്ക് ഹിജറ പോവുക. അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് അവിടുന്ന് ഹിജറ പോവുക. അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് ഹിജറ പോയില്ലേ? ഈ പുണ്യഗേഹത്തിലേക്ക് മുത്ത് റസൂല് കടന്നു വരുന്നതും കാത്തിട്ടൊരുങ്ങിയിരുന്നതാരാ? മദീനയുടെ പിഞ്ചുപാലന്മാര് കുളിച്ചൊരുങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിനും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് കാത്തിരിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ, ഈ മദീന ഒന്ന് പ്രകാശപൂരിതമായിരുന്നെങ്കിൽ, ഈ മദീന ഒന്ന് പുളകം കൊണ്ടിരുന്നെങ്കിൽ, ഈ മദീന വല്ലാതെ സന്തോഷത്തിൽ തുള്ളിച്ചാടിയിരുന്നെങ്കിൽ, കൊതിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നപ്പോ ബദറു അലൈനാ മിൻ സനിയാത്തിൽ വിദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. മറന്നുപോയോ കാഞ്ഞാറുകാരെ, മറന്നുപോയോ തൊടുപുഴക്കാരെ? പിന്നെ ആരെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? പിന്നെ ആരെയാ? ലോകത്തിന്റെ നേതാവിനെ സ്വീകരിച്ച മനോഹരമായ ബൈത്തുകൾ മറക്കാൻ മാത്രം നിങ്ങൾക്ക് പണം വന്നു പോയോ? അതിനുവേണ്ടി മാത്രം നിങ്ങൾ വളർന്നു പോയോ? അതിനുവേണ്ടി മാത്രം നിങ്ങൾ ഉയർന്നു പോയോ? മദീനയുടെ വിരിമാറിൽ മുത്ത് റസൂലിന്റെ ഒന്നാമത്തെ കാൽപ്പാദം വന്ന് പതിയുമ്പോ പ്രിയപ്പെട്ട പിഞ്ചുമക്കള് സന്തോഷത്തോടെ പാട്ടുപാടി ആനയിച്ചുകൊണ്ട് മദീനയുടെ വിരിമാറിലേക്ക് സ്വീകരണം കൊടുക്കുന്നോ? എന്റെ പ്രിയമുള്ളവരെ, അങ്ങ് മദീനക്കാര് കാണിച്ച സ്നേഹമുണ്ടല്ലോ. ആരൊക്കെയാ വന്നത് നബിയേ? അങ്ങയോടൊപ്പം ആരൊക്കെയാ വന്നത് നബിയേ? വീടില്ലാത്തവർക്ക് ഞാൻ വീട് കൊടുക്കാം നബിയേ. എന്താണ് ആവശ്യമുള്ളത് കൊടുക്കാൻ നബിയേ? എന്ത് ചോദിച്ചാലും കൊടുക്കാൻ നബിയേ. അങ്ങ് പോവല്ലേ, അങ്ങ് പോവല്ലേ, അങ്ങ് പോവല്ലേ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചില്ലേ? മുത്തായ തങ്ങളെ ഒരു ദിവസമൊന്ന് കിടത്താ, എന്റെ വീട്ടിൽ വരുവോ, എന്റെ വീട്ടിൽ വരുവോ, എന്റെ ഭവനത്തിലൊന്ന് കിടക്കുവോ? അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സഹാബികൾ ആവേശത്തോടെ മുത്തുനബി തങ്ങളെ ഒന്ന് സ്വീകരിക്കാറും തൊട്ടുനോക്കാറും നടത്തിരിക്കാ. ഇത്രത്തോളം കൊതിച്ചു പോയെങ്കിൽ മദീനയല്ലാതെ പിന്നെ ലോകത്തെ ഏത് രാജ്യമായ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുക, മദീനയല്ലാതെ എന്റെ കാലാറ് വന്നവരെ നിങ്ങളുടെ മനസ്സിൽ പിന്നെ ഏത് രാജ്യത്തെയാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഏത് കെട്ടിടത്തെയാ നിങ്ങൾ സ്നേഹിക്കുന്നത്? ഏത് താരകത്തെയാ നിങ്ങൾ മാനിക്കുന്നത്?
മദീനയുടെ രാജാവായിട്ട് അള്ളാന്റെ റസൂല് മാറാൻ പോവുകയാണ്. മദീനക്കാര് മുഴുവനും സ്നേഹം കൊടുക്കുകയാണ്. മുത്തുതങ്ങളോട് വല്ലാത്ത സ്നേഹം കൊടുക്കുകയാ. നിങ്ങൾക്കറിയുമോ അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വത്ത് വീതിച്ചു കൊടുത്തപ്പോ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പിന്നീട് മനസ്സ് കാണിച്ചതും അള്ളാഹുവിന്റെ റസൂൽ മനസ്സിന്റെ കത്തിലൊന്ന് സ്നേഹം കൊടുക്കുമ്പോ ഏറ്റവും അധികം അതിന് അർഹതപ്പെട്ടത് അവരാണെന്ന് മുത്തുനബി തങ്ങൾ അഭിമാനത്തോടെ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒന്നടുത്തിരിക്കാനൊന്ന് കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ കിടത്താനൊന്ന് മുത്തുനബി തങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ, മുത്തം കൊടുക്കാൻ, തൊട്ടുനോക്കാൻ മദീനക്കാർ മത്സരിച്ചിരുന്നു. ആ സ്നേഹം അന്ന് തുടങ്ങി ഇന്നും തീർന്നിട്ടില്ല. നിങ്ങൾ ഓർത്തു നോക്കി, മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിനാരത്തെക്കാൾ 1 ഇഞ്ച് പോലും ഉയർന്ന ഒരു ബിൽഡിംഗ് മദീനയുടെ ചുറ്റളവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്തൊരു അത്ഭുതമായി ഇതൊക്കെ. ഇതിനാണ് സ്നേഹം എന്ന് പറയാം. പഠിത്തം ഉണ്ടായതുകൊണ്ട് സ്നേഹം ഉണ്ടാവണമെന്നില്ല, പാണ്ഡിത്യം ഉണ്ടായതുകൊണ്ട് സ്നേഹമുണ്ടാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ചേകന്നൂരിനെ കിതാബ് പറഞ്ഞ് തോൽപ്പിക്കാൻ പല അറിയപ്പെട്ട പണ്ഡിതന്മാർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ മനസ്സ് അള്ളാഹുവിനും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കൊടുക്കാൻ ആ കിതാബ് കെട്ടുകൾക്കായില്ല. സഹോദരങ്ങളെ, മനസ്സ് തുറന്നൊരു സ്നേഹം നിങ്ങൾ കൊടുത്തു നോക്കിയാൽ മദ്രസയിൽ പോയിട്ടില്ലാത്തവന്റെ വീട്ടിൽ പോലും ആരംഭപ്പൂവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരും. നിങ്ങൾ ഓർത്തു നോക്കിയേ, ആ പരിശുദ്ധ മദീനയുടെ മുറ്റത്ത് ഇന്നും ആ സ്നേഹം ഇങ്ങനെ കളിയാടുകയാണ്. മസ്ജിദുൻ നബവിയുടെ മിനാരത്തെക്കാൾ 1 ഇഞ്ച് ഉയർന്ന ബിൽഡിംഗ് മദീനയുടെ ചുറ്റളവിലില്ല. അവിടത്തെ അറബികൾക്ക് കാശില്ലാത്തതുകൊണ്ടല്ല, അതിനേക്കാളും വലിയ കൊട്ടാരം വെക്കാൻ അവർക്ക് കഴിയില്ല. അത് ആരംഭപ്പൂവിനോടുള്ള അദബുകേടാണ്. അല്ലാഹു തആല പുണ്യ സൗന്ദര്യ ഗേഹം എത്രയും പെട്ടെന്ന് കാണാനുള്ള മഹാഭാഗ്യം ഈ സദസ്സിൽ നിന്ന് കരഞ്ഞു ദുആ ചെയ്യുന്നതിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു നാം ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണു നിറയുമ്പോൾ എനിക്കിവിടെ പേടിയാവണം കരയാൻ. കാരണം എന്താണെന്നറിയോ? ഷാളിൽ മരുന്ന് തേച്ചിട്ട് വാക്കവി കരയണമെന്ന് പറയാം. ഷാളില് ഉള്ളിന്ന് പറയാത്ത പറയും, വില കൂടുതലായോണ്ടുമായിരിക്കും പറയാത്ത. ഞാനാ പറഞ്ഞു കൊടുത്തത് കാഞ്ഞാറുകാരോടും തൊടുപുഴക്കാരോടും പ്രിയപ്പെട്ട സഹോദരിമാരോടും മെഡിക്കൽ സ്റ്റോറിൽ സീരിയൽ നടികളും നടന്മാരും നാടക നടികളും ഒക്കെ കരയാൻ വേണ്ടി വാങ്ങുന്ന മരുന്നിന്റെ പേര് റിഫ്രഷ് ഡിയേഴ്സ് എന്നാണ്. അത് വാങ്ങിത്തേച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും. എന്റെ പ്രിയമുള്ളവരെ, മദീനയെക്കുറിച്ചും മുത്തുനബിയെക്കുറിച്ചും പറയുമ്പോഴല്ലാതെ ആരെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണ് നിറയുക. നമുക്ക് തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ സഹോദരൻ? നമുക്ക് തന്നതോ, നമുക്ക് ഇങ്ങോട്ട് തന്നതോ കണക്കാക്കി നോക്കാൻ പറ്റുമോ നമുക്ക്? പക്ഷെ തിരിച്ച് നമ്മൾ ഇന്ന് വരെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാ കൊടുത്തത്? ആരംഭപ്പൂവിന് നമ്മൾ കൊടുത്ത സമ്മാനങ്ങൾ നമുക്കൊന്ന് എഴുതി വെക്കാൻ പറ്റും ഒരു പുസ്തകത്തിൽ. ഞാൻ ഇന്ന് വരെ എന്റെ നബിതങ്ങൾക്ക് കൊടുത്തത് ഇതാണെന്ന് പറഞ്ഞ് എഴുതി വെക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ നമുക്ക് തന്നതോ എഴുതിയാൽ തീരില്ല സഹോദരങ്ങൾ. നമ്മളൊക്കെ തോറ്റുപോകാതിരിക്കാൻ വേണ്ടി പറയുക, മൂസാ മൗലാനയുടെ പേരുള്ള ആ പേരിന്റെ മഹത്വമുള്ള ഈ സദസ്സിൽ വന്നിരിക്കുന്ന നിങ്ങൾ പ്രവാചക പ്രേമികളുടെ മുന്നിൽ തോറ്റുപോകരുത്. നിങ്ങൾ വിജയിക്കണം. അതിനുവേണ്ടി പറയാൻ, നാടകമാകരുത്, പ്രഹസനമാകരുത്, പ്രകടനമാകരുത്. മനസ്സിൽ തട്ടണം. മദീന മനസ്സിൽ തന്നെ പതിയണം. വെറുതെ നാവിൽ പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ കയ്യിൽ തോരണങ്ങൾ തൂങ്ങിയിട്ട് കാര്യമില്ല. മനസ്സ് പൊട്ടിപ്പിളർന്ന് മദീനയുടെ മഹബത്ത് ഇടിച്ച് കയറണം. അതിന് ഈ സദസ്സിനെ അള്ളാഹു ഒരു കാരണമാക്കി തരുമാറാകട്ടെ. മസ്ജിദുൻ നബവിയുടെ മിനാരത്തെക്കാൾ 1 ഇഞ്ച് പോലും ഉയർന്ന മിനാരം, 1 ഇഞ്ച് പോലും ഉയർന്ന ബിൽഡിംഗ് മദീനയിൽ കാണാൻ കഴിയാത്തതുപോലെ തന്നെ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മുമ്പിലൂടെ പോകുന്ന വാഹനങ്ങൾ, വിശ്വാസികളാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അവർ ഹോൺ അടിക്കാറില്ല. മദീനയുടെ മുമ്പിൽ എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര ആള് ഉറക്കി ചാടിയാലും, എത്ര ആള് മുന്നിലൂടെ പോയാലും അവര് ഹോണടിക്കലില്ല. വളരെ പതുക്കെ, വളരെ സാവകാശമാണ് അവരാ വാഹനം ഓടിച്ച് അതുവഴി പോവാ. നമ്മൾ സിയാറത്ത് നടത്തുമ്പോഴും വീട്ടിൽ നിന്ന് വെണ്ണമുള്ള മൊബൈലിൽ വിളിക്കുക. റസൂലുള്ളാഹിയുടെ മുമ്പ് നിൽക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും പോക്കറ്റിൽ കിടന്ന് ദൂമ്പ് ചാരോ. ഹലോ, ഞാൻ റൗദയിലടി ചക്കരെ കഴിഞ്ഞു വിളിക്കാം. ഒരൊറ്റ അടി അവന്റെ കർണക്കുത്തി കൊടുക്കണം. വീടും പറമ്പും പണയം വെച്ചിട്ട് റൗദയിൽ പോയിരിക്കുകയാണ്. എന്തിനാ?
ചാരി എന്നുകൊണ്ട് ഫോട്ടോ എടുക്കും. ജന്നത്തിൽ ബക്കീൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എടുക്കും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അടിച്ചു വെക്കാനാ. പാപ്പാക്ക് മൂന്നാമ്പത്തേക്ക് വിളമ്പി കൊടുക്കാൻ. എന്റെ സഹോദരങ്ങൾ, ഇത് മദീനത്ത് പോകുമ്പോഴും മക്കത്ത് പോകുമ്പോഴും റൗളയുടെ മുന്നിൽ നിൽക്കുമ്പോഴൊക്കെ ഈ ചിന്ത നമുക്ക് എങ്ങനെയാ വരുന്നത്? ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കേരളത്തിന് അഭിമാനമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ മനസ്സിൽ പ്രവാചക പ്രേമത്തിന്റെ മനോഹരമായ കവാടം തുറന്നു തന്ന ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു റൗളാ ശരീഫിന്റെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞത് മരുന്ന് പുരട്ടിയിട്ടല്ല എന്റെ പെങ്ങളെ, മരുന്ന് പുരട്ടിയിട്ടല്ല. കണ്ണിൽ നിന്ന് വന്നത് കണ്ണീരല്ല, രക്തമാണെന്ന് ചരിത്രം പറയുകയാണ്. കണ്ണുനീര് പൊട്ടിവിടുകയിട്ട് അവസാനം കണ്ണീര് വറ്റിയിട്ട് ആ കണ്ണിൽ നിന്ന് രക്തമൊടുകയെന്ന് ചരിത്രം പറയുമ്പോ ആ മദീനയിലേക്കാ എന്റെ സഹോദരങ്ങളെ ഈ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് പറന്നു പോകാനുള്ളത്. ആ മദീന ചർച്ച ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയുമോ? ആ മദീനയും മദീനക്കാരും അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കുന്ന സ്നേഹമാണ്. ആ മദീനയും മദീനക്കാരും മുത്തുനബിതങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണ്. അതിന് പുറത്തേക്ക് സ്നേഹിക്കാൻ ഒരു രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. ആ സ്നേഹത്തിന് മുന്നിൽ ലോകം തോറ്റുപോരെങ്കിൽ ആ മദീന തന്നെയാണ് മനോഹരമായി മുത്തു റസൂലിന്റെ റബീഉൽ അവ്വൽ നമുക്ക് ചർച്ച ചെയ്യൽ അനിവാര്യമായത്. നിങ്ങൾക്കറിയുമോ, മക്കയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി? അല്ലാഹുവിന്റെ റസൂലിനെ തെറി വിളിച്ചില്ല, ചീത്ത വിളിച്ചില്ല, എറിഞ്ഞോടിച്ചില്ലേ? മുത്തായതങ്ങൾ അപ്പോഴും അവർക്ക് പുറത്തു കൊടുത്തതാ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ അവിടെ ഒന്ന് സമ്മതം മൂളുവോ നബിയേ, ഒന്ന് സമ്മതം മൂളുവോ നബിയേ, ഞാൻ കൊന്നുകളയട്ടെ നബിയേ. തോയിഫിന്റെ തെരുവോരത്ത് വലിയ പർവ്വതങ്ങൾക്കിടയിൽ ജനിക്കും അമർത്തിക്കൊണ്ട് തോയിഫിന്റെ ജനങ്ങൾ മുഴുവനും അടിച്ചമർത്തിയിട്ട് കൊന്നുകളയാ നബിയേ, അങ്ങൊന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തതെന്താ? അവർക്കറിവില്ലാത്തവരാണ്, പടച്ചവനെ നീ പുറത്തു കൊടുക്കണമെന്നാണ്. അവർക്കറിവില്ല റബ്ബേ, അവര് പാവപ്പെട്ടവരാണ് പടച്ചവനെ, അവര് വിവരമില്ലാത്തവരാണല്ലോ. ഞാൻ ആരാണെന്നവർക്കറിയില്ല, നീ ആരാണെന്നവർക്കറിയില്ല, സ്നേഹമെന്തെന്നവർക്കറിയില്ല, നീ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും വെറുതെ വിട്ടോ? കൊന്നുകളയാൻ വേണ്ടിയിട്ട് വീട് വളർന്നില്ലേ ഒരു പിടിച്ച വാളുകളുമായി? ആ വീട്ടിന്റെ അകത്തിരുന്നവർ ഒരു പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് അവിടെ കടിച്ചുകൂടിയ ശത്രുക്കളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ആ കണ്ണുകൾക്കിടയിലൂടെ കടന്നുപോയ ലോക നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് മദീനത്തേക്ക് പോകുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ടാ പോയത്. പിറന്ന നാടാകുന്ന മക്കയെ നോക്കിയിട്ട് വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, എനിക്ക് കഴിയുന്നില്ല, നിന്നെ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, പക്ഷേ പോകാതിരിക്കാൻ കഴിയുന്നില്ല. ഇവിടെ വിട്ടു പോകാൻ പടച്ചവന്റെ പ്രഖ്യാപനമാണ്, അതുകൊണ്ട് പോകാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തേക്ക് പോയി. അവസാനം മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് മടങ്ങി വന്നല്ലോ. എപ്പോഴാ മടങ്ങി വന്നതെന്നറിയോ? ഇദാ അല്ലാഹുവിന്റെ മനോഹരമായ വിജയത്തിന്റെ പതാക വിശ്വാസികളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അല്ലാഹു ആസ്വദിപ്പിച്ച പോലെ മക്കമ്പത്തൈന്റെ ദിവസം മുത്തുനബിതങ്ങൾ മടങ്ങി വന്നല്ലോ. അന്ന് കൂടെ ഖദീജയില്ല, കൂടെ പലരുമില്ല. മക്കയിലന്ന് ഒരുമിച്ച് കഷ്ടപ്പെട്ട പലരും അന്ന് മക്ക രാജ്യത്തില്ല. ശരീരത്തിലൂടെ രക്തം പൊട്ടി ഒഴുകിയ സഹാബികൾ പലരുമില്ല. അല്ലാഹുവിന്റെ റസൂൽ മക്കത്തേക്ക് വരികയോ, എന്നിട്ട് തവാഫ് ചെയ്തിട്ട് അവസാനം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന ജന്നത്തിൽ മുഅല്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിച്ചു, നബിയേ അവിടെ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് വലതുഭാഗത്തേക്ക് നോക്കുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് പൊട്ടി വിടുകയാണ്. ആ മുത്തുതങ്ങൾ പറഞ്ഞു കൊടുത്തു, സഹാബത്തേ എനിക്കെന്റെ ഖദീജാനെ മറക്കാൻ കഴിയില്ല. എന്നോടൊപ്പം നിന്നവളാണ്, ഏറുകൊണ്ടവളാണ്, പരിഹസിച്ചവളാണ്, പരിഹസിക്കപ്പെട്ടവളാ, കുറ്റപ്പെട്ട
അടയാളപ്പെടുത്തിയവളോ. ഇന്ന് മക്കയിൽ അങ്ങനെ പരിഹാസമില്ല ഖദീജ, കല്ലേറില്ല ഖദീജ, എല്ലാവരും നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന ഖദീജ ഇന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ തവാഫ് ചെയ്തിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്നേഹം മറക്കാതെ ജന്നത്തുൽ മുഅല്ലയുടെ ഖബർസ്ഥാനിലേക്ക് നോക്കിയിട്ട് കണ്ണീരൊഴുക്കിയ സ്നേഹനായകൻ മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് രണ്ടാമത് തിരിച്ചു പോകുമ്പോ മക്കയിലുള്ളവര് മക്കയിൽ നിന്ന് മദീനത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ മക്കം ഫതഹ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അവിടെ വന്ന ജനങ്ങൾ ചോദിക്കുന്നു, നബിയേ ഇനി മക്കത്ത് നിന്നാ പോരെ, ഇവിടെ പ്രശ്നങ്ങളില്ല നബിയേ, ഇവിടെ പ്രയാസങ്ങളില്ല നബിയേ, സന്തോഷത്തോടെ ഇവിടെ നിന്നാ പോരെ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതെന്താ? പോരാ, ഒരിക്കലും ഞാനിവിടെ നിൽക്കില്ല, ഒരിക്കലും എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് മദീനത്തേക്ക് പോകണമല്ലോ, എനിക്ക് മദീനത്തേക്ക് പോകണമല്ലോ, എനിക്ക് മദീനത്തേക്ക് പോകണമല്ലോ. അവര് ഭക്ഷണം തന്നവരാ, അവര് മുത്തം തന്നവരാ, അവര് സ്നേഹം തന്നവരാ, മക്കക്കാരെ ഒന്നും കൊടുക്കാത്തവരൊന്നല്ല. പക്ഷേ മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് മയങ്ങിപ്പോയിരിക്കുകയാണ്. ആ മദീനയില്ലേ എന്റെ കാഞ്ഞാറുകാരെ നമുക്ക് ആവശ്യമുള്ളത്. ആ മദീനയിൽ മരിച്ചുപോയ എത്രയോ ആളുകളുണ്ടെന്നറിയുമോ? മഹാന്മാര് പറയുന്നത് ഏറ്റവും ഭാഗ്യം കെട്ടവനാരാണ്? മദീന സന്ദർശനം കഴിഞ്ഞ് ജീവനോടെ മടങ്ങി വന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവൻ. ജീവനോടെ മടങ്ങി വന്നവനാണ് അത്രേ. ഞാൻ മദീന സന്ദർശനം കഴിഞ്ഞവനാണ്, ജീവനോടെ മടങ്ങി വന്നു. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരിൽ പലരും മദീനത്ത് പോയവരാണ്, റൂഹോടുകൂടി തിരിച്ചു വന്നു. അവർക്കും എനിക്കൊന്നും ആ മദീനയിൽ അടങ്ങാനുള്ള ഭാഗ്യം അല്ലാഹു തന്നില്ല. അത്രത്തോളം ഇഷ്ടമുള്ളവരെയാണ് അവിടെ. ബാഫഖി തങ്ങൾ കിടക്കുന്നുണ്ടല്ലോ മസ്ജിദുൻ നബവി, അവരൊക്കെ ജീവിതം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അങ്ങനെ ഒരു സൗഭാഗ്യം അല്ലാഹു കൊടുത്തു. എത്രയോ ആളുകൾ, പത്തനാപുരത്തുള്ള ഒരു സഹോദരി മസ്ജിദുൻ നബവിയുടെ ഭാഗത്ത് റൗള ശരീഫിലേക്ക് സിയാറത്തിന് പോയിട്ട് ഹജ്ജിന് പോയ സമയത്ത് മക്കയുടെ സന്ദർശനമെല്ലാം കഴിഞ്ഞ് മദീനത്തേക്ക് പോകുമ്പോൾ ആ സഹോദരി സ്റ്റെപ്പിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു പോയി. പ്രായമൊക്കെ ഉണ്ട്. കാലൊടിഞ്ഞു പോയപ്പോ ഒരു കാരണവശാലും റൗള ശരീഫിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇവര് പോയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോയ ടീം അവര് വരുന്ന ദിവസമാകുന്നത് വരെയും ഈ പെങ്ങൾക്ക് മദീനയുടെ ലോഡ്ജിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടു കാലം പ്ലാസ്റ്റർ ഇട്ട് വല്ലാത്ത അവസ്ഥയില്ല. ആ പെങ്ങള് അവിടെയുള്ള ഉസ്താദുമാരോടൊക്കെ പറഞ്ഞതാണ്, എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടാ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ റൗള ശരീഫിൽ വന്നത്. അടുത്തു പോയിട്ട് റൗള ശരീഫിന്റെ മുറ്റത്ത് പോയി അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം എനിക്ക് തന്നില്ലല്ലോ. ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ആ ഒരു വാക്ക് ആർക്ക് സഹിച്ചില്ല? മനസ്സ് മദീനത്തേക്ക് പണയപ്പെടുത്തി പോയാൽ നമ്മളുടെ വേദന അവിടുത്തെ വേദനയാകും. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമുക്കൊരു വേദനയുണ്ടായാൽ, നമുക്കൊരു വിഷമമുണ്ടായാൽ മുത്തുതങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. 3 ദിവസം ചേർത്തുകൊണ്ട് ആരംഭപ്പൂവിന്റെ റൗള ശരീഫിൽ ലോഡ്ജിന്റെ റൂമിന്റെ അകത്ത് അള്ളാഹു പടച്ചതമ്പുരാനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇറങ്ങിപ്പോയില്ല, അങ്ങോട്ട് ചെന്നു നിലവിളിച്ചിട്ടാണ് ആ പെങ്ങളെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നത്. നിലവിളിച്ചിട്ട് സ്ട്രെച്ചറിലിങ്ങനെ വീൽ ചെയറിലിങ്ങനെ ഇരുന്നിട്ട് വരെ പോകാൻ കഴിയുന്നില്ല. 6 റൂമിൽ വന്നാലും നിലവിളിച്ചിട്ട് അവിടെ കിടന്ന് പറയാൻ, ഞാൻ അള്ളാന്റെ ഹബീബിനെ കണ്ടു. 3 ദിവസം ചേർത്തുകൊണ്ട് ഒരുപോലെ കണ്ടതാണ്. എന്തുകൊണ്ട്? ആ സ്നേഹത്തിന്റെ ശക്തിയാ. മദീനത്ത് വന്നിട്ട് അങ്ങനെ പിണങ്ങിപ്പോകുന്നത് മണിമാരൻ മുത്തു റസൂലിന് ഇഷ്ടമല്ലല്ലോ. നമ്മളൊക്കെ പോകുമ്പോ സ്വീകരിക്കുമോ അറിയില്ല പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ പോകുമ്പോ നമുക്ക് ആ സൗഭാഗ്യത്തിൽ ലയിച്ചു ചേരാൻ പറ്റുമോ അറിയില്ല. പക്ഷേ മക്കയിൽ മടങ്ങി വന്നു. പൂർണ്ണമായ വിജയം മക്കത്ത് കിട്ടിയിട്ടും അല്ലാഹുവിന്റെ റസൂൽ മക്കത്ത് നിന്നില്ല, മദീനത്തേക്ക് പോവുകയാണ്. എനിക്ക് പോണമെന്ന് പറഞ്ഞ് മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി പോവുകയാണ്. അപ്പോ ഏറ്റവും അധികം സ്നേഹം കൊടുത്ത നാടും ജനങ്ങളുമാണ് മദീന. അതുകൊണ്ടാണ് ഒന്നാമത് ചർച്ചയ്ക്കുള്ള ഒന്നാമത്തെ കാരണം 2. ഭൂമിയിൽ 2 സ്വർഗമാണല്ലോ. ഭൂമിയിൽ 2 സ്വർഗം. ഏതൊക്കെയാണെന്നറിയോ? നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കേരളത്തിലെ ഒരു സ്ഥലത്തും അറിയാൻ പറ്റില്ല. ഒരുപാട് ഉസ്താദുമാരുള്ള ഷെയ്ർ മൗലവിയൊക്കെ ജനിച്ചപ്പോ തന്നെ ഇവിടെ തൊടുപുഴ വന്നത്. എത്ര വയസ്സിലൊന്നും
19 വയസ്സിലാണ് ജനിച്ചത്. 19ാമത്തെ വയസ്സിൽ ഇവിടെ വന്നയാളാണ്. അപ്പൊ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞാകാൻ പോവാണ്. അല്ലാഹു തആല ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുക്കുമാറാകട്ടെ, ആണായാലും പെണ്ണായാലും. അൽഹംദുലില്ലാഹ്. ഷാനവാസ് വിളിച്ചിരിക്കല്ലേ, ഇവിടെ നല്ല പെണ്ണെത്തിയ 2 ആമക്കളാണ്. അല്ലാഹു ആഫിലാക്കി കൊടുക്കട്ടെ. ആണ് പെണ്ണും ഒക്കെ വേണമല്ലോ അല്ലേ? നാളെ വരുമ്പോ കേൾക്കാം എന്റെ മക്കളുടെ കണക്കൊക്കെ കബീർ ഉസ്താദ് പറയും. കബീർ ഉസ്താദ് ഇത് എന്നെ ജോലി എവിടെ പോയി എന്റെ മക്കളുടെ കണക്ക് പറയുന്നത്. 3 ആമക്കളാണ് പെൺകുട്ടി ആവാൻ വേണ്ടി ദുആരക്ക്. കബീർ ഉസ്താദിന് ഞാൻ ദുആ ചെയ്തിട്ടല്ല പെൺകുട്ടി ഉണ്ടായത്. ഞാൻ പറഞ്ഞു ഈ പെണ്ണാവൂരിട നോക്കി, ആദ്യം എനിക്കാവുള്ളെന്ന് പറഞ്ഞ സംഭവം ആദ്യം മൂപ്പർക്കായി. അതുകൊണ്ട് മൂപ്പര് വലിയ സന്തോഷത്തില്ല, എപ്പോഴും എല്ലാ സ്ഥലത്തും പറയുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപാട് ആലിമീങ്ങളുണ്ട്. ഏറ്റവും അധികം നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഭൂമിയിലെ 2 സ്വർഗത്തിൽ ഒന്ന് മജ്ലിസുൽ ഇൽമ്, ഇൽമു ചർച്ച ചെയ്യുന്ന മജ്ലിസാണ്, ഇൽമു ചർച്ച ചെയ്യുന്ന സദസ്സാണ്, അള്ളാഹുവിന്റെ ദീൻ പറയുന്ന മജ്ലിസാണ്. അതിന്റെ മഹത്വം നമ്മിൽ പലർക്കും അറിയില്ല. വല്ലാത്ത പുണ്യമാ സഹോദരങ്ങൾ, വല്ലാത്ത പുണ്യമാണ്. ആ സദസ്സിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ചങ്കു പൊട്ടി ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നടക്കും. ഇല്ലെങ്കിൽ കാത്തിരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അങ്ങനെ വരുള്ളൂ. മജ്ലിസ് അങ്ങനെയാണ്, ഇൽമിന്റെ വേദികൾ അങ്ങനെയാണ്. അതിന്റെ മഹത്വം നമ്മൾ കളഞ്ഞു കുടിക്കരുത്, നമുക്കറിയാത്തത് കൊണ്ട്. ഈ സദസ്സിലേക്ക്, ഈ അതിർത്തിയിലേക്ക് കടന്നിരിക്കുന്നവരുടെ പുണ്യം വല്ലാത്തതാണ്, മഹാന്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്. ഇൽമ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്. രണ്ടാമതൊരു സ്വർഗം, നമ്മളൊക്കെ ചിന്തിക്കുന്ന സ്വർഗമല്ലല്ലോ. നമുക്കൊക്കെ ദുനിയാവിൽ ഇഷ്ടംപോലെ സ്വർഗം ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും നമ്മുടെ തലച്ചോറിന് സുഖം തരുന്നതൊക്കെ സ്വർഗമാ. പ്രത്യേകിച്ച് ഡിസംബർ 31 മീറുസ്താദ് കോഴിക്കോട് കടപ്പുറത്ത് വാത് പറഞ്ഞപ്പോ ഞാൻ മലപ്പുറം ജില്ലയുടെ മാറഞ്ചേരിയിലാണ് അത് പറഞ്ഞത്. 1:30 മണിയായി ആ സദസ്സ് അവിടെ നിന്ന് പിരിഞ്ഞപ്പോ. 1:30 മണിയായി. തൊടുപുഴയിലുള്ള ഒരുപാട് യുവ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ സദസ്സിന്റെ മുൻവശത്ത് ഒന്ന് വന്നിരിക്കാൻ കഴിയാതെ സദസ്സിന്റെ 4 ഭാഗത്തും തിങ്ങി നിറഞ്ഞു പോയ ജനത്തിന് കടന്നു വരാൻ കഴിയാതിരുന്നത്. ഞാൻ ഈ പറയുന്നത് എന്റെ മഹത്വമല്ല, ഈ മുസ്ലിം യുവാക്കളുടെ മഹത്വമാണ്. അവര് മാറി തുടങ്ങി. ആ സദസ്സിന്റെ 1ാമത്തെ കസേരയിൽ ഫ്രണ്ടിൽ വന്നിരുന്നത് ഡിസംബർ 31 സാധാരണ ഗാനമേളയ്ക്ക് പാടാൻ പോകുന്ന ആൽബം പാട്ടുകാരനാ. ഞാൻ ഈ ഡിസംബർ 31 പോകുന്നില്ല. അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഈ സദസ്സിൽ വരാതിരുന്നാൽ അതിന്റെ അദാബ് കൂടി എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ പണി നിർത്തിയിട്ട് വന്നിരുന്നവനാ സദസ്സിന്റെ മുമ്പേ, മലപ്പുറം ജില്ലയിലെ പാട്ടുകാരൻ. നിങ്ങൾ ഓർത്തു നോക്കണം പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കൂല എന്ന് പറഞ്ഞ് കൈ ഉയർത്തി. ഞാൻ ആ പ്രസംഗത്തിന് കയറാൻ നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇന്ന് മദ്യം, ഈ അടിമത്വം എന്തിനെന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് കള്ളിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ഉസ്താദുമാരും പറയണ പോലെ ഉമർ റളിയല്ലാഹു അൻഹു മുതൽ തുടങ്ങി 3 പ്രാവശ്യമായിട്ടാണ് കള്ള് നിരോധിച്ചത്. അതൊക്കെ നിങ്ങൾ പറയുമ്പോൾ 12 മണി 1 മണിയാവും. പിന്നെ അത് ജനങ്ങൾക്ക് വലിയ എഫക്ട് ഉണ്ടാവും. അതുകൊണ്ട് യുവാക്കളുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറണം. അതിനുവേണ്ടി പുതിയ കുറെ കള്ളിന്റെ ബ്രാൻഡിന്റെ പേരൊക്കെ നിങ്ങൾ കാണാൻ പിടിച്ച് പറയണം. ഞാൻ പറയും പ്രസംഗത്തിൽ ആയത്തുകളുടെ ഇത് തന്നെ കാണാൻ പിടിക്കുന്ന കാര്യം വലിയ പാടാ. എത്ര പ്രാവശ്യം നോക്കിയെങ്കിലും ഒന്ന് മറക്കാതെ കിട്ടും. അതിന്റെ കൂട്ടത്തിൽ കള്ളിന്റെ ബ്രാൻഡിന്റെ പേര് എങ്ങനെ പറയും? അവൻ പറഞ്ഞ് 2-3 പേര് ഞാൻ പറഞ്ഞു, എന്റെ കൂട്ടുകാരനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. എടാ നീ എവിടെയാ? അപ്പൊ അവൻ പറയാം, എടാ നീ പറയാ, എനിക്കിപ്പോ അങ്ങോട്ട് പറയാൻ പറ്റിയ മൂഡിലല്ല. അവൻ ഏകദേശം പകുതിയായി, 1 മണിയാകുമ്പോ ഏകദേശം ഫുള്ളാവും. അവന്റെ ചോദിക്കടാ 2-3 പുതിയ ബ്രാൻഡിന്റെ പേര് പറഞ്ഞ. അപ്പൊ അവൻ പെട്ടെന്ന് ചോദിക്കും, നീ പറഞ്ഞോടാ? ഉടനെ അവൻ പറഞ്ഞു കൊടുത്തു, നീ 2-3 പുതിയ സാധനത്തിന്റെ പേര് പറഞ്ഞു. അപ്പൊ മറ്റവൻ പറയാം, നീ പേരൊന്നും നോക്കണ്ട, ഉള്ളതിൽ വെച്ച് നല്ലതെടുത്തോണ്ട് വേഗം വാ, 12 മണിക്ക് മുമ്പ് വരണമെന്ന് പറയാം. അവൻ അങ്ങോട്ട് വിളിക്കായി അവനെ. എന്തിനാണ് വിളിച്ചതെന്നറിയില്ല. അവരുടെ ഏറ്റവും വലിയ സ്വർഗം കള്ളാണ്, അവരുടെ ഏറ്റവും വലിയ സുഖം പെണ്ണാണ്. അവരതിൽ ലയിച്ച് ചേർന്ന് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ, ലയിച്ച് ചേർന്ന് കഴിഞ്ഞു. അവർക്ക് അതിന്റെ ഗൗരവങ്ങളൊന്നും അറിയില്ല. സ്വർഗത്തിന്റെ പൂന്തോപ്പാണ് ഇൽമിന്റെ വേദി എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ലയിച്ചിരിക്കുന്നവർക്ക് അത് പൂന്തോപ്പായി തന്നെ തോന്നും. ഇന്നലെ കണ്ണൂര് വന്ന ഒരു സഹോദരൻ ഇവിടെയുണ്ട്, പെരുമ്പാവൂര് താജുദ്ദീൻ. ഒന്നില്ലെന്നില്ലേ, അവൻ ഇവിടെ വന്നിരിക്കുന്നു. ലയിച്ച് ചേർന്നു പോയാൽ കഴിയില്ല നമുക്ക്. അതിലിങ്ങനെ ലയിച്ച് അവിടെ ഇരുന്നുകൊണ്ട് മരിക്കാൻ കൊതിച്ചു പോകും പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, പടച്ചവരെ, എത്രയോ ഗുരുനാഥന്മാര്
അള്ളാഹുവിന്റെ പരിശുദ്ധ കിതാബുകളുമായി മുത്തിമടത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയവരാണ്. എത്രയോ പ്രായം ചെന്നിട്ട് പോലും ഇപ്പോഴും ദറസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുദരിസീങ്ങൾ എന്തിനാ ദറസ് നടത്തുന്നതെന്നറിയോ? എന്തിനാ ദറസ് നടത്തുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് ക്ഷീണം വരാത്തത് കൊണ്ടല്ല, ആരോഗ്യമുള്ളത് കൊണ്ടല്ല, പിന്നെന്താ? അതൊരു രസമാണ്, ഒരു സുഖമാണ്, അതൊരാനന്ദമായി തലയിലേക്ക് പടർന്നു പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം പൂന്തറ കോളേജിൽ നിന്ന് കോയ ഉസ്താദ് കണ്ണീരോടുകൂടി യാത്ര പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടുകാരൻ അഹമ്മദ് കബീർ വാക്കവി ഉസ്താദിന്റെ ഗുരുനാഥനാണ്. കോയ ഉസ്താദ് പൂന്തറയിൽ നിന്ന് കണ്ണീരോടുകൂടി യാത്ര പറഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിറകണ്ണുകളോടുകൂടിയാണ് ആ നാട്ടിൽ നിന്ന് തന്റെ സ്വന്തം നാട്ടിലേക്ക് പോയത്. എത്ര കൊല്ലമാ ദറസ് നടത്തിയത്. ഇപ്പോഴും വീട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് കിതാബ് എടുത്ത് നിവർത്തി വെക്കുന്നത് മനസ്സിന്റെ അകത്ത് ഇൽമിനോട് വരുന്ന താല്പര്യം കൊണ്ടാണ്, മഹബത്ത് കൊണ്ടാണെങ്കിൽ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതൊരു സ്വർഗത്തിന്റെ പൂന്തോപ്പെന്ന് പറയാൻ മാത്രം രസം അതിനുണ്ടോ? നിങ്ങൾ ചോദിക്കൂലേ, അതൊരു സ്വർഗത്തിന്റെ പൂന്തോപ്പെന്ന് പറയാൻ മാത്രം രസം അതിനുണ്ടോ? ഈ മുഖ്ലിസീങ്ങളായ ഉസ്താദുമാരൊക്കെ, അതിന്റെ രസം അനുഭവിച്ചവർ, അവരുടെ മക്കളിൽ ഒരാളെയെങ്കിലും പിടിച്ച ആ രസത്തിലേക്ക് ഒന്നിടും, നിർബന്ധമായി വിടും. ഇന്ന് ഉസ്താദുമാരുടെ മക്കളിൽ ആലിമീങ്ങളും ഹാഫിദീങ്ങളും വളരെ കുറവാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലുമാരുമാണ് കൂടുതൽ. കാരണം എന്താ? അവര് ഇൽമിന്റെ രസമല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് പള്ളിയിൽ പോയി ചുമ്മാ ആൾക്കാരെ വായിരിക്കണ കേട്ട് അവന്റെ ചവിട്ടും കൊണ്ട് ഇവന്റെ ചവിട്ടും കൊണ്ട് പലിശ വാങ്ങുന്ന പ്രസിഡന്റും ഞോണ്ടി, വ്യവചരിക്കുന്ന സെക്രട്ടറി ഞോണ്ടി, അവിടെ ഇവിടെ എടുത്ത് ചവിട്ടി അവിടെ കിടക്കാലം നല്ലത് യൗമാരെങ്കിലും രക്ഷപ്പെടട്ടെ, വാപ്പച്ചി ഇങ്ങനെ ഇരുന്നോളാം. ഇസ്ഹാഖ് ഉസ്താദിന്റെ പൊന്നുമോൻ, ഇസ്ഹാഖ് ഉസ്താദിന് അള്ളാഹു എല്ലാ സന്തോഷവും ചൊരിഞ്ഞു കൊടുക്കട്ടെ. എന്റെ മൂത്ത മകന്റെ പേരാണ് മുഷ്താഖ് അഹമ്മദ്. ആ പേരാണ് ഉസ്താദിന്റെ മകൻ ഉസ്താദ് ഇട്ടിരിക്കുന്നത്. ഞാനിട്ട കണ്ടിട്ടിട്ടതല്ല, ഞാനിപ്പോഴല്ലേ ഇട്ടത്. അവരൊക്കെ പഴയ കാലത്തെയുള്ളവർ. അങ്ങനെ ഒരു ഉസ്താദാണ് ഇവിടെ സ്വാഗതം പറഞ്ഞതെങ്കിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളുടെ മക്കൾ കുറയും. കാഞ്ഞാറും തൊടുപുഴയിലും ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ പല ഭാഗങ്ങളിലും ഇല്ല. ആലിമീങ്ങൾക്ക് അവരുടെ മക്കളെ ആലിമീങ്ങളാക്കുന്ന രംഗം ഇന്ന് വളരെ കുറവാണ്. പക്ഷെ നല്ല കറകളഞ്ഞ ചില പണ്ഡിതന്മാരുണ്ടല്ലോ, ദുനിയാവിൽ ഇച്ചിരി ആക്ഷേപങ്ങൾ കേട്ടാലും വേണ്ടില്ലടാ, ആഖിറത്തിൽ എന്റെ മോനെ അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞ് പട്ടിണിയാണെങ്കിലും പ്രിയപ്പെട്ട മക്കളെ നോക്കുന്ന കുറെ ഗുരുനാഥന്മാരുണ്ട്. ഞാൻ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലായിരിക്കുമ്പോൾ 40 കൊല്ലം മദ്രസയിൽ സേവനം ചെയ്ത ഒരു ഉസ്താദ് വീട് വെക്കാനുള്ള പിരിവിനുമായി ജമാഅത്തിന്റെ കത്തുവാട്ട് വരികയാണ്. 40 കൊല്ലം പള്ളിയിൽ സേവനം ചെയ്തയാളാണ്. അള്ളാഹു ഇവിടെ വന്നിരിക്കുന്ന മദ്രസ മുഅല്ലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സാമ്പത്തിക ഭദ്രതയുടെ കവാടങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. എത്രയോ സ്ഥലങ്ങളിലുണ്ടെന്നറിയോ, ശമ്പളം ഒന്ന് കൂട്ടിത്തരണമെന്ന് വാതുറന്ന് പറയാൻ പേടിച്ചിട്ട് ഒന്നും മിണ്ടാതെ കിട്ടുന്നത് കൊണ്ട് ഒന്നിനും കഴിയില്ലെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഒരു പള്ളിയിൽ ഒരു ഉസ്താദും കൂടെയുള്ള മുഅല്ലിമീങ്ങളും ദിവസം ചിലവിന് കിട്ടുന്നത് 250 രൂപയാണ് അവർക്ക്. അതിൽ അവിടെ ബാങ്ക് വിളിക്കുന്ന 2ാം ക്ലാസ്സിലും 3ലും മദ്രസ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിം അവിടുത്തെ ഖത്തീബിനോട് പറഞ്ഞത്, എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നാൽ മതി, ബാക്കി 2 നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ കണക്കാക്കിയിട്ട് 20 രൂപയാണെങ്കിൽ 20, 50 രൂപയാണെങ്കിൽ 50, എന്റെ കാശ് എനിക്ക് തന്നാൽ ഒരു നേരം ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ബാക്കി ഞാൻ എന്ത് ചെയ്യും? ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ പോകുമ്പോ എന്റെ മക്കൾക്കും എന്റെ ഭാര്യയ്ക്കും ചിലവില്ലേ, ഇവിടുത്തെ ശമ്പളം തികയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റൂല സഹോദരൻ. പക്ഷെ കണ്ടാൽ നല്ല തേച്ചുമിനിക്ക്, എല്ലാവരും നല്ല വൃത്തിയാണ്, എല്ലാവരും നല്ല വെടുപ്പാണ്, കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങനെ തീരുമാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാർക്ക് വിജയം കൊടുക്കട്ടെ. പിന്നെ ഈ നാവും ഒന്നും നോക്കാതെ സംസാരിക്കുന്ന ചില ഉസ്താദന്മാരെ എനിക്ക് വലിയ മര്യാദ ഒന്നുമില്ല, ഞാൻ ഇത്തിരി മര്യാദ കെട്ടവരാണ്. ഞാൻ പള്ളി ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ ഞാൻ നല്ലതുപോലെ അവരങ്ങോട്ട് പണി കൊടുത്തിട്ടാണ് ഞാൻ ഇരിക്കണം, അല്ലാതെ ഞാൻ ഒരു പള്ളിയിൽ ഇതുവരെ ഇരുന്നിട്ടില്ല. കാരണം എന്താണെന്നറിയാം, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ എനിക്ക് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ നല്ലതുപോലെ അറിയാം. ഒരാളും പഠിപ്പിച്ചായിരുന്നു. നല്ല പണി കൊടുത്തിട്ട് തന്നെ എല്ലാ പള്ളിയിലും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയം അഭിമാനത്തോടെ ഇരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. എന്റെ ഉസ്താദുമാരെ നമ്മൾ സേവനം കഴിയുമ്പോഴുണ്ടല്ലോ, ഷെയ്ഖുനാന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടു നടന്നവര് വരെ അവസാനം നമുക്കെതിരെ ആരോപണങ്ങൾ പറയും. അതുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തി മുന്നോട്ട് പോയാൽ ഒരിക്കലും അൽഹംദുലില്ലാ ദുനിയാവിന്റെ നഷ്ടം നമുക്കൊരു നഷ്ടമായി തോന്നുകയില്ല. ഇവിടെ നിന്ന് മരണപ്പെടുമ്പോഴുണ്ടല്ലോ,
മാലാഖമാരുടെ മുത്തം നമ്മുടെ കവിളത്ത് കിട്ടും. അത് നമ്മുടെ ആഖിറത്തിന് സന്തോഷമാണ്. ആ പ്രിയപ്പെട്ട ഉസ്താദ് വീടിന് വേണ്ടി പിരിവിന് വന്നപ്പോ കൈ പൊട്ടിയിരിക്കുകയാണ്. തലേ ദിവസം വീടിന്റെ പണിക്ക് വേണ്ടി മേസ്തിരിമാരോടൊപ്പം കല്ല് ചുമന്നു. 40 കൊല്ലം സേവനം ചെയ്തിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ആ ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് സർട്ടിഫിക്കറ്റും ട്രോഫിയും കിട്ടിയുമെന്നാണ്. 3 ട്രോഫിയും 4 സർട്ടിഫിക്കറ്റും എന്റെ വീട്ടിലിരിപ്പുണ്ട്. വീട് വെക്കുന്നതിന് പകരം അതെടുത്ത് ചേർത്ത് വെച്ചാൽ കിടന്നുറങ്ങാൻ പറ്റുമോ? വിശക്കുന്ന മക്കൾക്ക് സർട്ടിഫിക്കറ്റ് ഉരുട്ടി കൊടുത്താൽ മതിയോ? നിറയൂല പ്രിയപ്പെട്ടവരെ, നിറയൂല. നമ്മൾ വിചാരിക്കുക നമ്മൾ സേവനം ചെയ്യുന്ന മഹൽ എല്ലാവരും നമ്മളോടൊപ്പമാണ്. നല്ല, ഒരിക്കലുമല്ല. നമ്മുടെ ശബ്ദം കഴിയുമ്പോൾ, നമ്മുടെ സേവനം കഴിയുമ്പോൾ അവർ നമ്മുടെ എതിരാളികളാണ്. ഇത് ഓരോ ഉസ്താദുമാരും ഇൻഷാ അല്ലാഹ് മനസ്സിൽ കുറിച്ചിടണം. നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. നാളെ നമ്മളൊക്കെ സേവനം ചെയ്യുന്ന പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഉസ്താദിനെ പോലെ ഒരാളായി നിങ്ങൾ മാറാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. എന്റെയും നിങ്ങളുടെയും അവസ്ഥയതാ. ഉള്ള സമയം അഭിമാനത്തോടെ പോവുക. നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കുക. എന്ത് സംഭവിച്ചാലും നമ്മുടെ മക്കൾ പഠിക്കട്ടെ. നാം മരണപ്പെട്ടു പോയാൽ അസ്സലാമു അലൈക യാ അബീ എന്ന് പറഞ്ഞ് കബറിന്റെ അടുത്ത് നിന്ന് തിരിച്ചു വരാൻ കഴിയാതെ എനിക്ക് അലിഫ് പഠിപ്പിച്ചു തന്ന, എനിക്ക് ഫാത്തിഹ പഠിപ്പിച്ചു തന്ന, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എനിക്ക് പഠിപ്പിച്ചു തന്ന, യാസീനോദനമെന്ന് എന്നും എന്നോട് പറഞ്ഞ, മദീനയിലേക്ക് ഒരു 100 സലാത്ത് ചെല്ലാതെ ഉറങ്ങരുത് എന്ന് വാശി പിടിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയുന്ന ഗുരുത്വമുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറട്ടെ. ഇൽമിന്റെ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളായി മക്കൾ മാറട്ടെ. തഴവ ഉസ്താദിന്റെ ആഗ്രഹം കയ്യിൽ കിതാബിരിക്കുമ്പോ അസ്രായിൽ വരണമെന്നാണ്. കയ്യിൽ കിതാബിരിക്കുമ്പോ അസ്രായിൽ വരണം. മനസ്സലക തുരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തുരീഖൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് നടന്നു പോകാൻ ആ വഴി, ആ ഇൽമിനെ തേടുന്ന, ഇൽമ പഠിക്കാൻ വേണ്ടി പ്രവേശിക്കുന്ന വഴി ഒരു കാരണമാണെന്ന് മുത്തറസൂൽ പറയുമ്പോ ആ വഴിയിൽ മരിക്കാൻ തഴവ ഉസ്താദ് കൊതിച്ചു. ആ ഭാഗ്യം അല്ലാഹു കൊടുത്തു. രണ്ടാമത്തെ സ്വർഗമേതാ? ഭൂമിയിലെ രണ്ടാമത്തെ സ്വർഗമേതാ? മാബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമുണ്ടല്ലോ, അത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ സ്ഥലത്ത് നിങ്ങൾ നിന്നിട്ടുണ്ടോ? അവിടെ പോകണം പ്രിയപ്പെട്ടവരെ. ലോകത്തതിനേക്കാൾ പുണ്യമുള്ള ഒരു സ്ഥലമില്ല. ഈ ദുനിയാവിന്റെ വിസ്താരത്തിന്റെ കണക്കെനിക്കറിയില്ല. പ്രവിശാലമായ പച്ച വിരിച്ചതുപോലെയുള്ള ഭൂമി, അതേറെ വിശാലമായ തോടുകളില്ലാത്ത വെള്ള വിചാരിച്ചതുപോലെയുള്ള പ്രവിശാലമായ ആകാശം, അതിന്റെ കീഴിൽ ഈ പറഞ്ഞ സ്ഥലം പോലെ ഏറ്റവും പുണ്യമുള്ള മറ്റൊരു സ്ഥലമില്ല പ്രിയപ്പെട്ടവര്. അതൊരുപാട് സ്ഥലമില്ല. റസൂലിന്റെ മിമ്പറിന്റെയും ബൈത്തിന്റെയും ഇടയിലുള്ള കുറഞ്ഞ സ്ഥലമുണ്ടല്ലോ. വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് ഒരു വെള്ള, ഒരു മഞ്ഞ കലർന്ന വെള്ള നിറമാണ് അവിടെ കാണാൻ പറ്റുക. അവിടെ മാത്രമാണ് ആ നിറമുള്ളത്. ആ നിറമുള്ള കാർപ്പറ്റിലൊന്ന് ചവിട്ടിയ സ്വർഗമായി പ്രിയപ്പെട്ടവരെ, സ്വർഗമായി. റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ പൂങ്കാവനത്തിൽപ്പെട്ട പൂങ്കാവനമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അത് വെറുതെയല്ല പ്രിയപ്പെട്ടവരെ, വെറുതെയല്ല. എന്റെ കാനാറ് സ്വർഗത്തിന്റെ വേദിയിൽ വന്നിരിക്കുന്നവരെ, ഇത് റബീഉൽ അവ്വലാണ്. ആ പുണ്യ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ പുണ്യ സ്ഥലത്ത് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി, ഒരു മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അൽഹംദുലില്ലാ, ആളുകൾ കൂടുതലുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടെ നിസ്കരിച്ച നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തെവിടെ ഈ നെറ്റ് കൊണ്ടുവച്ചാലും അവിടെ വെച്ചതുപോലെ ഒരു മഹബ്ബത്ത് അല്ലാഹുവിനുണ്ടാവൂ? ലോകത്തെവിടെ നിങ്ങൾ കൊണ്ടുവയ്ക്കും? റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂങ്കാവനമാണെന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ നെറ്റി തിരക്കാണ്. അവിടെ എന്തും തള്ളുവാണ്. അതിനിടയിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പെട്ടെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അല്ലാഹു അക്ബർ, ഫാത്തിഹ മാത്രം ഓതി, നിർബന്ധമായ ദിക്റുകൾ മാത്രം ചൊല്ലി അവിടെ നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ആൾ വന്ന് ഇടിച്ചു മാറ്റി അടുത്ത നിസ്കരിക്കാം. പിന്നെ ചിലർക്ക് കുറച്ച് സമയം കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. വട്ടക്കാട്ട് വടിയിൽ നിന്ന് ഒന്നുമില്ലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പോകണം. താജുദ്ദീനൊക്കെ കൊണ്ടുപോകും, വിഷമിക്കണ്ട.
ഈ വർഷം വള്ളക്കടവിൽ നിന്ന് 10 പേരെ കൊണ്ടുപോകുന്നുണ്ട്. സാധുക്കള പണക്കാരിൽ നിന്ന് പൈസ വാങ്ങി അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ടുപോകും. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതരുത്. എല്ലാം അങ്ങനെയാണല്ലോ കരുതുക. അതുകൊണ്ട് സദസ്സിൽ പറയേണ്ടത് വിചാരിച്ചതാണ്, പറഞ്ഞു പോകുന്നതാണ്. ഒരാൾ ഉംറയ്ക്ക് കൊണ്ടുപോയി 25,000 കിട്ടൂലേ വാക്കവി, പിന്നെന്താ? എത്ര കിട്ടിയാലും ഒരു മനുഷ്യൻ എത്ര കിട്ടിയാലും മടുക്കുക. ₹1 കോടി ഇന്നെനിക്ക് കിട്ടി, നാളെ സുബഹിക്ക് പോയാൽ കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? ₹1 കോടി ഇന്നെനിക്ക് കിട്ടി, നാളെ സുബഹിക്ക് പോയാൽ കഴിഞ്ഞില്ലേ നമ്മുടെ കഥ? മരിച്ചാ കഴിഞ്ഞില്ലേ നമ്മുടെ കഥ? പിന്നെ ബാക്കിയുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ കൂട്ടുകാരെ, ജന്നത്തിന്റെ പൂന്തോട്ടമാണ് മാബൈന ബൈത്തി വ മിമ്പരി. അവിടെ നിസ്കരിക്കുമ്പോൾ അതിന്റെ അടുത്ത് കിടക്കുന്ന രാജാവിന്റെ മനസ്സിന്റെ സന്തോഷം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ? അതിന്റെ അടുത്ത് കിടക്കുന്ന രാജാവിന്റെ മണവാളന്റെ സന്തോഷം എന്തായിരിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ? എന്റെ ഈ സദസ്സിൽ വന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. ഇവിടെ ഇരുന്നു കൊണ്ട് തീരുമാനിക്കുക, എനിക്ക് പോണം ഉസ്താദേ, എനിക്ക് പോണം ഉസ്താദേ, എനിക്ക് പോണം ഉസ്താദേ. ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എവിടെ നിന്നോ പ്രസംഗിക്കാമെന്ന ഒരു ഉസ്താദാണ് പ്രസംഗിക്കുന്നതെന്ന് കേട്ടിട്ട് നിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കണേ. അല്ലാതെ നിങ്ങളിൽ പലർക്കും നൗഷാദ് വാക്കവിയോട് വെറുപ്പാണോ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങളെല്ലാവരും വെറുത്താലും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാലും എനിക്ക് അല്ലാഹു ഒന്നും തരാൻ പോകുന്നില്ല. എന്റെ സൽക്കർമ്മത്തിനും എന്റെ ഹിദ്മത്തിനും എന്റെ ഈ പ്രവർത്തനത്തിനുമുള്ള പ്രതിഫലം ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ അല്ലാഹു തരുമെന്നല്ലാതെ നിങ്ങൾ കുറച്ചാള് സ്നേഹിച്ചത് കൊണ്ടോ നിങ്ങൾ കുറച്ചാള് വെറുത്തത് കൊണ്ടോ എനിക്ക് നേട്ടവും കട്ടവും കിട്ടാൻ പോകുന്നില്ല. എല്ലാം നിങ്ങൾക്ക് തന്നെയാണ്. നന്മയും നിങ്ങൾക്ക്, തിന്മയും നിങ്ങൾക്ക്. മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളോ? കാനാറിന്റെ സ്വർഗപൂങ്കാവനത്തിൽ വന്നിരിക്കുന്നവരെ, പോകണ്ടേ നമുക്ക് മദീനത്തേക്കൊന്ന് പോകണ്ടേ? എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ നിന്നും നിസ്കരിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട അരുമ മക്കളെയും കൊണ്ട് ഞാൻ പോയിരുന്നു. നിങ്ങളും പോകണം. നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഉമ്മയെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഉപ്പയെ. എന്റെ ചെറുപ്പക്കാരാ, നമുക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഉപ്പായ നീ പോകുമ്പോ മറക്കല്ലേ. നിനക്ക് വേണ്ടി ഉറക്കമഴിഞ്ഞ ഉമ്മായ നീ പോകുമ്പോ മറക്കല്ലേ. ഒരു ഉമ്മ മാർച്ച് മാസത്തിൽ തൊടുപുഴയിൽ, ഒരു പ്രിയപ്പെട്ട ഉമ്മ മാർച്ച് മാസത്തിൽ ഉംറയ്ക്ക് പോവുകയാ. 30 പേരെയും കൊണ്ടാണ് തൊടുപുഴയിൽ നിന്ന് വാഹനത്തിലൂടെ പ്രസംഗത്തിലാ പ്രിയപ്പെട്ട ഉമ്മ ഈ മനോഹരമായ കാനാറിന്റെ സ്വർഗത്തിന്റെ വേദിയിലേക്ക് വന്നത്. ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞാൽ എങ്ങനാണ് ഉമ്മ നിങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റുക? അങ്ങനെ ആയിരക്കണക്കിന് ഉമ്മമാര് പോകട്ടെ, ആയിരക്കണക്കിന് ഉപ്പമാര് പോകട്ടെ. അതിന് ഈ സ്വർഗത്തിന്റെ വേദിയിൽ ഇരുന്ന് പിടയുന്ന മനസ്സോടെ നമുക്ക് തീരുമാനമെടുക്കാം. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാരണം, അതാ സ്വർഗത്തിന്റെ ഒരു പൂങ്കാവനമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് മദീനത്ത് തന്നെയല്ലേ? അത് മസ്ജിദിൻ നബവിയിലല്ലേ? അത് റൗളാ ശരീഫിന്റെ തിരുമുറ്റത്തല്ലേ? അതുകൊണ്ട് ലോകത്ത് മദീന ചർച്ച ചെയ്യോ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം അതാണ്. മദീന എങ്ങനെ തന്നെയാണ് സ്വർഗത്തിന്റെ ഒരു സുഖം അവിടെ ചെല്ലുമ്പോ നമുക്ക് ലഭിക്കുന്നില്ലേ? അവിടെ കടന്നു ചെല്ലുമ്പോ മനസ്സിന്റെ അകത്തൊരു ആനന്ദം നമുക്ക് കിട്ടുന്നില്ലേ? പിന്നെ എന്താ എന്റെ കാഞ്ഞാറുകാരെ, മൂന്നാമത് കണ്ടെത്താൻ പറ്റുന്ന മൂന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? അവിടെ ആരാ കിടന്നിറങ്ങുന്നത്? അവിടുത്തെ നേതാവാരാണ്? അവിടുത്തെ രാജാവാരോ? അവിടുത്തെ പുതുമണവാളാരാ? വലൗകാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകത്താരെങ്കിലും ശാശ്വതമായി ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ എന്റെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമായിരുന്നല്ലോ. ആ മുത്തായ തങ്ങളെ കൊണ്ടുവന്ന് മസ്ജിദുൻ നബവിയുടെ റൗളാ ശരീഫാകുന്ന പരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നില്ലേ? അത് മദീനത്തല്ലേ? റസൂലുള്ളാഹി വഫാത്തായത് മദീനത്തല്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളും കൊണ്ട് ആരണോ എന്ന് പറയുന്നവരാരണോ എന്ന് പറഞ്ഞ
വളർന്നുകൊണ്ട് ഗർജിക്കുന്ന സിംഹക്കുട്ടിയെപ്പോൾ മദീനയെ വിറപ്പിച്ചത് ആ പുണ്യസ്ഥലത്തല്ലേ പ്രിയപ്പെട്ടവരെ? അലി റളിയല്ലാഹു അൻഹു കണ്ണീരുടച്ചത് എവിടെയല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറഞ്ഞു വീണത് എവിടെയല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹനത്തോട് ഉമറേ നിലവിളിക്കല്ല ഉമറേ, ആരുടെയും തലവെട്ടല്ല ഉമറേ, ആരോടും ദേഷ്യപ്പെടല്ല ഉമറേ, ആരോടും ചൂടാവല്ല ഉമറേ, ഈ ലോകത്ത് വന്നവർക്ക് മരണം നിർബന്ധമാണ് ഉമറേ, അവരിവിടെ പറഞ്ഞു പോയേ പറ്റൂ ഉമറേ. ആ ശബ്ദം ഇന്നും മുടങ്ങി നിൽക്കുന്നത് മദീനത്തല്ലേ? വേണ്ട വേണ്ട, എന്റെ മുത്തുതങ്ങളില്ലെങ്കിലോ എന്തിനാണ് എനിക്ക് ഈ കണ്ണുകള്? ആരംഭഭൂമിനെ കാണാതിരുന്നില്ലെങ്കിൽ പിന്നെ ഈ കണ്ണുകൾ എന്തിനാ എന്ന് പറഞ്ഞ് മൂർച്ചയുള്ള കടാര കൊണ്ട് കണ്ണിലേക്ക് കുത്തിയ ആ ചരിത്രം കണ്ട മദീനയല്ലേ? ആ ചരിത്രം കണ്ട മദീനയല്ലേ? അല്ലാഹു ആ പുണ്യഭവനം കാണാൻ ഈ പാവപ്പെട്ട നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ ചരിത്രം ഉറങ്ങുന്ന മദീനയല്ലേ? അതുകൊണ്ടല്ലേ മൂന്നാമത് ആ മദീനയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പോവുകയാണ്, മദീനത്തിൽ നിന്ന് പോവുകയാണ്. പോകാൻ മനസ്സ് വന്നിട്ടല്ല. സഹാബികൾ ചോദിക്കുന്ന ബിലാലേ എവിടക്കാ ബിലാലേ പോകുന്നത്? എവിടക്കാ ബിലാലേ? മദീന വിട്ട് നിനക്ക് പോകാൻ പറ്റുമോ ബിലാലേ? മദീന ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ ബിലാലേ? ആ സമയത്ത് ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തോ, എന്റെ മദീനയുടെ മാണിക്യമുത്തിവിടെ കിടക്കുമ്പോ ആ മസ്ജിദ് നബവിയുടെ മിനാരത്തിലൂടെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നെനിക്ക് വിളിക്കാൻ കഴിയില്ല സഹാബത്തെ. നിങ്ങൾക്കറിയോ, വിശ്വാസികൾ മദീനയുടെ ബാങ്ക് കേട്ടാൽ അറിയാതെ കരഞ്ഞു പോകുന്നതാണ്. പടച്ചവരെ, ഈ കാഞ്ഞാറുവെന്ന പാവപ്പെട്ടവരായ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ മുറ്റത്തിൽ നിന്നുകൊണ്ട് ആ ബാങ്ക് കേൾക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞാൻ കാത്തിരുന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നോടൊപ്പം വന്ന ഉസ്താദുമാരെയും വിളിച്ചുകൊണ്ടുപോയി കാത്തിരുന്നിട്ടുണ്ട്. ബാങ്കിന്റെ സമയമാകുമ്പോ മസ്ജിദ് നബവിയുടെ അകത്ത് ഒന്നാമത്തെ വരിയുടെ പുറകിൽ പോയി കാത്തിരുന്നിട്ടുണ്ട്. ആരാ ബാങ്ക് വിളിക്കുന്നത്? എവിടെ നിന്നാ ബാങ്ക് വിളിക്കുന്നത്? എവിടെന്നാ ബാങ്ക് വിളിക്കുന്നത്? എങ്ങനെയാണ് മദീനയുടെ ബാങ്ക് വിളങ്ങുന്നത്? കാണാൻ വേണ്ടി ബാങ്ക് വിളിക്കുന്ന സ്ഥലത്ത് പോയി മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടുണ്ട്. വൈകിപ്പോയാൽ അകത്തേക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ടു പ്രിയപ്പെട്ടവരെ, കണ്ടു സഹോദരങ്ങളെ. ഒരു ദിവസത്തെ 5 ബാങ്ക് ഞാൻ അവിടെ ഇരുന്ന് കണ്ടുപോയതാണ്. സുബ്ഹാനല്ലാഹ്, കഴിയില്ലാന്ന് പറയുന്നത് നമുക്ക് പോലും കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിയുക? ഒരു ഈമാനിന്റെ ഒരു തരി മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും ആ റൗളാ ശരീഫിന്റെ മുറ്റത്തിൽ നിന്ന് നല്ല ശബ്ദത്തിൽ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയില്ല. അറിയാതെ മനസ്സ് പൊട്ടിപ്പോകുമല്ലോ. പിന്നെ എങ്ങനെയാ മനസ്സ് നിറച്ച് റസൂലിനെ കൊണ്ട് നടക്കുന്ന ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിന് കഴിയുന്നത് എങ്ങനെയാ? കഴിയില്ല പ്രിയപ്പെട്ടവരെ, കഴിയില്ല സഹോദരങ്ങളെ. പലപ്പോഴും ആ മസ്ജിദ് നബവിയിലെ ബാങ്ക് വിളിക്കുന്നവര് വെള്ളിയാഴ്ച രാവിലൊക്കെ പൊട്ടിക്കരയാറുണ്ട്. ആ ബാങ്ക് കേൾക്കുമ്പോ നമ്മുടെ ചങ്കിടിക്കാറില്ലേ? മദീനത്തെ ബാങ്കിന് വല്ലാത്ത സുഖമാണ്. മദീനത്തെ ബാങ്കിന് വല്ലാത്ത അനുഭൂതിയാണ്. മദീനത്തെ ബാങ്ക് വല്ലാത്ത മാസ്മരിക ശക്തിയോ. മദീനത്തെ ബാങ്ക് വല്ലാതെ മനുഷ്യന് സ്നേഹത്തിന് മുന്നിൽ തോൽപ്പിച്ചു കഴിയുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവിടെ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അതൊരു വല്ലാത്ത അട്രാക്ഷനാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മൂന്നാമത് മദീനയെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് മൂന്നാമത് മദീനയെ തിരഞ്ഞെടുത്തത്. നാലാമത്തെ കാരണമെന്തോ, അൻദുറു ഇലാ വജ്ഹിക യാ നബിയല്ലാഹ് വൽ ജുലൂസു മഅക യാ റസൂലല്ലാഹ് വഇൻഫാഖു മാലി ലദൈക യാ ഖൈറ ഖൽഖില്ലാഹ് എന്ന് നബി തങ്ങളോട് പറഞ്ഞ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എവിടെയല്ലേ? എനിക്ക് കാണണം നബിയേ, എനിക്ക് അടുത്തിരിക്കണം നബിയേ, എനിക്ക് അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കണം നബിയേ, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞ് നിലവിളിച്ചു പോലെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ബഹുമാനപ്പെട്ടവരെ കിടക്കുന്നത് എവിടെയല്ലേ? പിന്നെ ആരാ? അതിന്റെ തൊട്ടടുത്തുണ്ടല്ലോ നീതിയുടെ പടവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നത് എവിടെയല്ലേ? മുത്തുനബി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ സംസാരിക്കാൻ കഴിയാതെ, ചിരിക്കാൻ കഴിയാതെ, അനങ്ങാൻ കഴിയാതെ വല്ലാതെ കറണ്ടടിച്ചവനെ പോലെ സ്തംഭിച്ചു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രയോ പകലും രാത്രിയും തന്റെ വലത്തെ കയ്യിലേക്ക് നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിരുന്നു. എന്റെ കാഞ്ഞാറുകാര് എന്തിനാ കരഞ്ഞതെന്നറിയോ? അല്ലയോ ഉമറിന്റെ വലം കയ്യേ, അല്ലയോ ഉമറിന്റെ വലം കയ്യേ, ഈ കയ്യിലല്ലേ നീ വാള് വെച്ചുകൊണ്ട് പോയത്, ഈ കയ്യിലല്ലേ വാളും പിടിച്ചുകൊണ്ട് ഐന മുഹമ്മദ് ഐന മുഹമ്മദ് ഐന മുഹമ്മദ് എന്ന് ചോദിച്ചു പോയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ വാള് പിടിച്ച കയ്യല്ലേ ഉമറിന്റെ കയ്യ്? റസൂലുള്ളാഹിയുടെ തല വെട്ടിയെടുക്കാൻ വാള് പിടിച്ച പന്തയത്തോടെ പരക്കം പാഞ്ഞ കയ്യല്ലേ ഉമറിന്റെ കയ്യ്? അതുകൊണ്ട് ആ രംഗമോർത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിരുന്നു. ലോകത്തിരുന്ന് വിട പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊന്നുമോനോട് പറഞ്ഞതെന്താ? മോനെ, എന്റെ ജീവിതത്തില് വലിയൊരു ആഗ്രഹമാ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന ആ മസ്ജിദുൻ നബവിയുടെ ഭാഗത്ത് എനിക്ക് കിടക്കണമെന്നത്. അതിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സമ്മതിക്കുമോ എന്നറിയില്ല. ഒന്ന് ചെന്ന് ചോദിക്കണേ. ഒരു പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, 3 പ്രാവശ്യം പോയി, എന്നിട്ട് സമ്മതം കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞതെന്തെന്നറിയോ? എന്നാലും മോനെ, എന്റെ മയ്യത്ത് കൊണ്ട് മദീനയുടെ മുറ്റത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി പോയി ചോദിക്കണം മോനെ. എന്നിട്ട് സമ്മതിച്ചാ മാത്രം അവിടെ അടക്കുക. സമ്മതിച്ചില്ലെങ്കിൽ സാധാരണ മനുഷ്യരെ കബറടക്കുന്ന മദീനയുടെ സ്ഥലമുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ പാവപ്പെട്ട ഉമറിനെ കുഴിച്ചിട്ടരേ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മോനെ, അവരെടുത്ത് കിടക്കാനുള്ള യോഗ്യത പാവപ്പെട്ട ഉമറിനില്ലടാ. അബൂബക്കർ എവിടെയാണ്, ഞാൻ എവിടെയാണ്? അവിടെ കിടക്കാനുള്ള യോഗ്യത ഉമറിനില്ല മോനെ എന്ന് പറഞ്ഞ ആ ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എവിടെയല്ലേ? അതുകൊണ്ട് ആ സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകാനുള്ളത്? ആ സ്ഥലമല്ലേ നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു വരാനുള്ളത്? പിന്നെ ആരാ? ഫാത്തിമത്ത് ബിദ്അത്ത് കബിദി. ഫാത്തിമ എന്റെ കരളാണ്, എന്റെ കരടിന്റെ കഷണമാണ്, എന്റെ കരടിന്റെ ഭാഗമാണ് എന്ന് ലോകത്തോട് പറഞ്ഞ മുത്തുതങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ശരീരം കിടക്കുന്നത് എവിടെയല്ലേ? ആ സ്വർഗത്തിന്റെ കൂട് എന്റെ പെങ്ങളെ നിനക്കൊന്ന് കാണണ്ടേ? ആ സ്വർഗത്തിന്റെ നിറച്ചാർത്തുള്ള മനോഹരമായ കബറിടവും അല്ലാഹുവേ, ഒരു മണ്ണറ കൂടിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അതിന്റെ അകത്ത് കിടക്കുന്നതെന്ന് ചിന്തിക്കുമ്പോ കൽവ് പൊട്ടിപ്പോകുന്ന സഹോദരങ്ങളെ, ആ മദീനയാണ്. അതുകൊണ്ടാണ് 4ാമത് മദീനയെ തിരഞ്ഞെടുത്തത്. സുബ്ഹാനല്ലാഹ്. ആ പരിശുദ്ധ മദീന ഇന്നവിടെ ഇരിക്കുന്നവര് മുത്തുനബി തങ്ങൾക്ക് കാണാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയണം സഹോദരങ്ങളെ. ആ മനസ്സ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കിയാ മാത്രം മതി. അതിന് വഴികളാണ് ഞാനിനി പറഞ്ഞു വരുന്നത്. മനസ്സിനെ മദീനയിലേക്ക് പറഞ്ഞു വിടാ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 3 വഴികളുണ്ട്. ആ വഴികളൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടാണ് ഇന്ന് സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയാൻ പോകുന്നത്. നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മദീനയിലേക്ക് പോകാൻ കാശില്ലാത്തവര് നിർബന്ധം
നിർബന്ധമായും മദീന കണ്ടിരിക്കും. സ്നേഹമുണ്ടെങ്കിൽ നിർബന്ധമായും മദീന കണ്ടിരിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. തിരുവനന്തപുരം വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് ഞാൻ സേവനം ചെയ്യുന്ന, ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന മനോഹരമായ പള്ളി, അവിടെയുള്ളവരൊക്കെ മാന്യന്മാരാണെന്ന് പറയുന്നില്ല. ഒരുപാട് കണ്ടുപിടിയന്മാരുണ്ടായിരുന്നു, ഒരുപാട് പെണ്ണുപിടിയന്മാരുണ്ടായിരുന്നു, ഒരുപാട് ധിക്കാരികൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ടൗണിൽ ആ പള്ളിയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരന്റെ കേസില്ലാത്ത പോലീസ് സ്റ്റേഷനില്ല. ഓരോ സ്റ്റേഷനിലും 5ഉം 6ഉം 7ഉം കേസുകളാ. പക്ഷേ എന്റെ സഹോദരങ്ങളെ, അവിടുത്തെ പള്ളിയിലേക്ക് ചീഫ് ഇമാമാകിട്ട് പാവപ്പെട്ടവരെ ക്ഷണിച്ചപ്പോ സന്തോഷത്തോടെ സ്വീകരിച്ചതെന്തിനെന്നറിയുമോ? അവരെയല്ലേ രക്ഷപ്പെടുത്താനുള്ളത്. അതേ വാള് പിടിച്ച കയ്യിലല്ലേ തസ്ബീഹ് എടുത്ത് വെച്ചു കൊടുക്കാനുള്ളത്. സിനിമ കണ്ട കണ്ണുകളല്ലേ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നോക്കി ഉറക്കമൊഴിക്കാനുള്ളത്. വിപരീത ഷാപ്പിൽ പോയിട്ട് ആടിത്തിമർക്കുന്ന, ഉടുമുണ്ടൊരിഞ്ഞു നൃത്തം ചെയ്യുന്ന ചെറുപ്പക്കാർ ഇത്തിഖാഫിന് വേണ്ടി പള്ളിക്കകത്ത് കൊണ്ടുവന്ന് പൊട്ടിക്കരയിപ്പിക്കാനുള്ളത് അവരെയല്ലേ ചെറുപ്പക്കാരോ? അങ്ങനെ പരിവർത്തനത്തിന്റെ വഴികൾ അവർക്ക് തുറന്നു കൊടുക്കുമ്പോ അവിടെ മദ്രസയിൽ പോയിട്ടില്ലാത്ത ഒരുമ്മ, എന്റെ പ്രിയപ്പെട്ട കാനാറിൽ വന്ന പെങ്ങളെ, എത്രയോ ദിവസം കൊണ്ട് സലാത്ത് ചെല്ലുന്ന മോള്, എത്രയോ ദിവസം കൊണ്ട് യാസീൻ ഓതുന്ന മോള്, എത്രയോ ദിക്റും ദുആയും ഒക്കെ ചൊല്ലിയവളാതെ കാണാൻ കഴിഞ്ഞോ? ഒരു പ്രാവശ്യം നിനക്ക് കാണാൻ കഴിഞ്ഞോ? ഒറ്റ പ്രാവശ്യം നിനക്ക് മദീന കാണാൻ കഴിഞ്ഞോ? നിന്റെ ഉറക്കത്തിൽ കാണാൻ കഴിഞ്ഞോ? നിന്റെ സ്വപ്നത്തിൽ നിനക്ക് കാണാൻ കഴിഞ്ഞോ? ആ പ്രിയപ്പെട്ട പെങ്ങൾ പറയും, ഉസ്താദ് മദ്രസയിൽ പോയി പഠിച്ചിട്ടില്ല, ഫാത്തിഹ പോലും തന്റെ കൂടെ മതപഠന ക്ലാസ്സിൽ വരുന്ന സഹോദരിമാര് മലയാളത്തിൽ എഴുതി പഠിപ്പിച്ചു കൊടുത്തതോ? ആ പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്നു, ആകെ എനിക്കറിയാമുള്ള അറബി എന്താ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മാസം കൊണ്ട് 1 ലക്ഷം പ്രാവശ്യമാ പെങ്ങളെ ചൊല്ലിത്തീർത്തിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 6 മാസം കൊണ്ട് 1 ലക്ഷം പ്രാവശ്യമാ നാവുകൊണ്ട് സ്വലാത്ത് ചൊല്ലിത്തീർത്തിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹ് ഖുർആൻ ഓതാൻ എനിക്കറിയില്ല, അറിയുന്നത് നിസ്കാരത്തിലൂടെ ഓതുകയാ. കുറെ നാള് തല മറച്ചില്ല, ശരീരം മറച്ചില്ല, എല്ലാം പുറത്തു തരണമെന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചവനോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇതുപോലെ ഒരു മനോഹരമായ വെള്ളിയാഴ്ച രാവിലെ ആ പ്രിയപ്പെട്ട ചെറ്റക്കൂരയ്ക്കകത്തിരുന്ന് പാതിരാ സമയത്ത് ഞെട്ടി ഉണരുകയാ. എന്നിട്ട് കരച്ചിൽ തുടങ്ങുകയാ. എന്റെ സഹോദരങ്ങളെ, ആ കരച്ചിൽ നിർത്തിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കരച്ചിൽ നിർത്തിയില്ല. പള്ളിയുടെ സംഘാടകരോട് പറഞ്ഞു, ഉസ്താദിനോടൊരു വിവരം പറയാനുണ്ട്. അവർ ചോദിച്ചെന്താ പ്രശ്നം? ഉസ്താദിനോടല്ലാതെ പറയുകയില്ല. വെള്ളിയാഴ്ച ഞാനിവിടെ ചെന്നിറങ്ങുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോനെയും കൊണ്ട് കാണാമെന്നിരിക്കുകയാണ്. പറയാൻ കഴിയുന്നില്ല. ഉസ്താദേ, ഞാൻ മദ്രസയിൽ പോരാത്തവളാ, എനിക്കൊരുപാട് ഖുർആൻ ഓതാൻ അറിയാത്തവളാ. പക്ഷെ ഇത്രത്തോളം സ്നേഹം അല്ലാഹുവിന്റെ റസൂലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഉസ്താദേ. 1 ലക്ഷം സ്വലാത്ത് ചൊല്ലി തീർത്തിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ ഭവനത്തിന്റെ അകത്തേക്ക്, എന്റെ വീടിനകത്തേക്ക് അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു പോയി ഉസ്താദേ. ഞാൻ ആ മുത്തുതങ്ങളെ സ്വപ്നം കണ്ടുപോയി ഉസ്താദേ. ഇത് ഞാൻ കാണാതെ വന്ന് നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ മാറുന്നുകൊണ്ട് പറയും, നൗഷാദ് ബാഖവി ആ സംഘടനയുടെ മെമ്പറാ, നൗഷാദ് ബാഖവി ഈ സംഘടനയുടെ മെമ്പറാ. സുന്നത്ത് ജമാഅത്ത് പറയുമ്പോ ഇത്ര ചൊറിച്ചിലെന്താ പ്രിയപ്പെട്ടവരെ? സുന്നത്ത് ജമാഅത്ത് പറയുമ്പോ ഇത്ര നൊമ്പരമെന്താ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാ, നൗഷാദ് ബാഖവിക്ക് ഒരു സംഘടനയും വേണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയാ, ഒരാളുടെയും ഒത്താശ നൗഷാദ് ബാഖവിക്ക് വേണ്ട. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിനക്കും കാണണ്ടേ? എന്റെ ചെറുപ്പക്കാരാ, നിനക്കും കാണണ്ടേ? കത്തിപ്പടരുന്ന സമരാവേശത്തോടെ പ്രവാചകനോടുള്ള മഹബത്ത് നിന്റെ നെഞ്ചകത്താളിക്കട്ടെ ചെറുപ്പക്കാരാ. എന്റെ ഉസ്താദുമാരെ നമുക്ക് കാണണ്ടേ? എത്രയോ നാൾ കൊണ്ട് പള്ളിയിൽ സേവനം ചെയ്യുന്നവരാ നമ്മൾ. ഒരു നാട് മുഴുവനും നമ്മളെയല്ലേ മാതൃകയാക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് കാണാൻ കഴിഞ്ഞു
ഉസ്താദുമാരെ, ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന്റെ അകത്തൊരു തിരിഞ്ഞു വരട്ടെ. നമ്മൾ തൊപ്പിയിട്ടവരല്ലേ, നമ്മുടെ ദാടി വെച്ചവരല്ലേ, നമ്മൾ ജുബ്ബയിട്ടവരല്ലേ, നമ്മൾ അല്ലാഹുവിന്റെ പള്ളികളിൽ ഖിദ്മത്ത് ചെയ്യുന്നവരല്ലേ, കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ നാട്ടിൽ ആദ്യം കാണേണ്ടത് നമ്മളല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മളല്ലേ പ്രസംഗിച്ചു കൊടുക്കുന്നത്, നമ്മളല്ലേ ഉപദേശം കൊടുക്കുന്നത്, നമ്മളല്ലേ ഇമാമത്ത് നിൽക്കുന്നത്, നമ്മൾ ദുആ ചെയ്തിട്ടല്ലേ അവരെ കരയിപ്പിക്കുന്നത്, അവരുടെ ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് റബീഉൽ അവ്വലിൽ ആവേശത്തോടെ പറയുന്നവര് നിങ്ങളല്ലേ. നമുക്ക് കാണണ്ടേ ഉസ്താദുമാരെ, നമുക്ക് കാണണ്ടേ ഉസ്താദുമാരെ. നിങ്ങളെക്കാൾ അറിവെനിക്കില്ലെന്ന ബോധം എനിക്കുണ്ട്. പക്ഷേ ഇതാ പറയുകയാണ്, കാണാതെ മരിച്ചാ നഷ്ടമാണ് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, കാണാതെ മരിച്ചാ നഷ്ടമാണ്. ആ നഷ്ടം നമുക്ക് നികത്താൻ പറ്റൂല. ഖബറിന്റെ അകത്ത് പോയാൽ ആരാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നതെന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ട് ഉറപ്പാണ്, 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 ഞാൻ കാണാതെ മരിക്കൂല, കാണാതെ മരിക്കാൻ സമ്മതിക്കൂല. കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണം, ആ ഈമാൻ കണ്ടിട്ട് അല്ലാഹു ആരംഭപ്പൂവായ നബിതങ്ങളെ നമ്മുടെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടണം. അതിന് അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ ദുആ ചെയ്ത് കരയാൻ പറ്റുന്ന മാസമാണ് റബീഉൽ അവ്വൽ. അതിന് ഏറ്റവും അധികം കഴിയുന്ന സദസ്സാണ് മദീനയെ കുറിച്ച് പറയുന്ന സദസ്സ്. എല്ലാറ്റിലും ഉപരി ഇന്ന് വെള്ളിയാഴ്ചയാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുകയാണ്, ആ ഭാഗ്യത്തിന് വേണ്ടി മാത്രം. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം, അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. അത് നടക്കണം, വിഷയം പറയണം, കാര്യം നടക്കണം. അതോടൊപ്പം നമ്മുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന കാര്യവും ഇൻഷാ അല്ലാഹ് സാധിക്കണം. പാവപ്പെട്ട സഹോദരിമാർ, നിങ്ങൾക്കറിയില്ലേ, ആയിരക്കണക്കിന് സ്ത്രീകൾ ബഹുമാനപ്പെട്ട ഷാനവാസ് ഉസ്താദിനെ ഫോണിലൂടെ വിളിച്ചിട്ട് പറഞ്ഞതാ, ബക്കറ്റിൽ പൈസ ഇടാൻ ഇപ്പൊ കൊടുത്തയക്കുമ്പോ അതൊരു താല്പര്യപൂർവ്വം ഇടണം. അതിന് താല്പര്യമില്ലാത്തവർക്ക് ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് പോകുന്ന ഒരു സങ്കടമൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴേ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദ് ജയിന്ത് ചാനലിൽ കൊടുത്ത ആ നമ്പർ കണ്ടിട്ട് ഒരു സഹോദരി കൊല്ലത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, 10 പവൻ സ്വർണ്ണ ഉസ്താദെ ഞാൻ കൊടുക്കാം. ഉസ്താദ് മാത്രം അറിയുക, വേറെ ആരോടും പറയരുത്. ഷാനവാസ് റഷാദി ഉസ്താദ് പറഞ്ഞ അങ്ങനെ കഴിയില്ല, ഞങ്ങളൊരു സംഘടന ആയതുകൊണ്ട് ഒരു കൂട്ടമായിട്ട് ആ വീട്ടിലേക്ക് ചെന്ന് ദുആ ചെയ്ത് ആ 10 പവൻ സ്വർണത്തിന്റെ കാശ് ആ സഹോദരി പൊതിഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിനടുത്തൊരു സഹോദരി വിളിച്ചു പറഞ്ഞു, എനിക്ക് കൂടി, എന്റെ മകൾക്ക് കൂടി നിക്കാഹ് തരുവോ? ചെന്നു. എന്റെ പ്രിയപ്പെട്ട ആ സഹോദരൻ പറഞ്ഞു കേട്ടപ്പോ സങ്കടം വന്നു പോയി. നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും ഒക്കെ അങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ പടച്ചവനെ. വലിയ വലിയ കൊട്ടാരങ്ങൾക്കിടയിൽ കോഴിക്കോട് പോലെ ഒരു കുഞ്ഞു കൂട് വെച്ച് താമസിക്കുന്ന, വീട് വെച്ച് താമസിക്കുന്ന ഒരു ഉമ്മയും മകളും, പിന്നെ ഒരു വികലാംഗയായ ഒരു സഹോദരി വരവൂര് മഖാമിന്റെ തൊട്ടുപുറകിൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു, പറ്റുമോ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? അൽഹംദുലില്ലാഹ് 10 പവന് 11 പവനാക്കുന്നു. ആ പെങ്ങള് പറയുന്നു, 10 പവൻ ഞാൻ തരുമ്പോ നിങ്ങൾ തീരുമാനിച്ച പെൺകുട്ടികൾക്ക് ഓരോ പവൻ കൂടി കൊടുത്തിട്ട് 11 ആക്കുക. അങ്ങനെ 11 പവൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കലാണോ? 2 കമ്മലും ഒരു മാലയും ഇടുന്നതാണോ സ്ത്രീധനം? അങ്ങനെയാണെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങളുടെ മക്കൾക്ക് അത്രമാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. ഇതൊന്നും അതല്ല സഹോദരൻ. ഈ പാവപ്പെട്ട മുസ്ലിം ഐക്യവേദിയുടെ കാഞ്ഞാറിന്റെ പ്രവർത്തകർ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു 5 പവൻ കൊടുത്താൽ അത് സ്ത്രീധനമെന്ന് നിങ്ങൾ പറയരുത്. അത് ഭൂലോക മണ്ടത്തരമാണ്. 2 കമ്മലൊരു പെണ്ണിടുന്നതിനല്ല സ്ത്രീധനമെന്ന് പറയാം. നമ്മളൊക്കെ അതിന്റെ പേരിൽ ലോകത്ത് നടത്തുന്ന എത്രയോ വൃത്തികേടുകളുണ്ട്. അതിനെയാണ് നമ്മൾ നിർത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വലിൽ ആരംഭപ്പൂവായ മുത്തുതങ്ങളെ കാണണം എന്ന നിയ്യത്തോടെ, മരിക്കുന്നതിന് മുമ്പ് കണ്ടേ പറ്റൂ എന്ന ശാഠ്യത്തോടെ കാര്യമായ ഒരു സ്വതക്ക ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബക്കറ്റിലേക്ക് ഇടാം. സംഘാടകർ ഒരു ബക്കറ്റുമായിട്ട് ആദ്യം എന്റെ ഈ സദസ്സിലേക്ക്, സ്റ്റേജിലേക്ക് കടന്നു വരണം. പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ എല്ലാവരുടെ മുന്നിലും വരുമ്പോൾ കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ നാട്ടിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട പെൺകുട്ടികൾക്കാണ് അവർ ആശ്വാസം കൊടുക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്ന് 2 പെൺകുട്ടികളെയാണ്
നമ്മൾ മുസ്ലിം യൂത്ത് മൂവ്മെന്റ് എറണാകുളം ജില്ലയിലെ 23-ാം തീയതിയിലെ പരിപാടിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇടുക്കി ജില്ലയിലെ പെൺകുട്ടികളിൽ ഇനി കഷ്ടത അനുഭവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ അൽഹംദുലില്ലാഹ് കാഞ്ഞാറിലെ മുസ്ലിം ഐക്യവേദിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നല്ല പ്രവർത്തകർ, എത്രയോ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് അവരിലൂടെ ആ കണ്ണീര് തുടച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്